ഡോക്ടർ മോഹൻ വർഗീസ്, മുട്ടുവിൻ തുറക്കപ്പെടുന്നതാണല്ലോ. നേരത്തെ പാകിസ്ഥാനിലിരുന്ന് മുട്ടി നോക്കി ഷഹബാസ് ഷെരീഫ്. ഇന്നിപ്പോൾ ഇറാനിൽ പോയിട്ടാണ് മുട്ടുന്നത്, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന്. എന്തായിരിക്കാം ഇതിന് പിന്നിലുള്ള ചേതോവികാരം? ടർക്കിയിൽ പോയി ഒന്ന് മുട്ടി നോക്കി, ഇപ്പോൾ ടെഹ്റാനിൽ പോയി വീണ്ടും ഒന്ന് മുട്ടി നോക്കി. പക്ഷേ ഈ വാതിൽ ഭാരതത്തിൻ്റെ വാതായനങ്ങൾ ഉടനടി തുറക്കുന്ന ലക്ഷണമില്ല. ചില ചട്ടങ്ങൾ അല്ലെങ്കിൽ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചർച്ച എന്നാണ് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഉള്ള കാരണമുണ്ട്. കാരണം ഈ ന്യൂ നോർമൽ എന്നാണല്ലോ ഇപ്പോഴത്തെ ഇന്ത്യയുടെ, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ വിദേശ നയത്തിനെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് ന്യൂ നോർമൽ, അതായത് പുതിയ ചില രീതികൾ. അതുകൊണ്ട് ഇന്നലെ വരെ ഹിറ്റ് ആൻഡ് റൺ പോളിസി അതിന് നടപ്പാകില്ല. ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ്, അതായത് അതിർത്തിയിൽ നടക്കുന്ന നിരന്തരമായ ഷെൽ വർഷം, അതിൻ്റെ മറവിൽ നടക്കുന്ന നുഴഞ്ഞുകയറ്റങ്ങൾ, ഇന്ത്യയിൽ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ, അങ്ങനെ 1000 വെട്ടുകളിലൂടെ 1000 കട്ട് പോളിസിയിലൂടെ ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാം എന്നാണ് പാകിസ്ഥാൻ ഇനി ധരിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയം മാറിയിരിക്കുന്നു, പാകിസ്ഥാൻ നയം മാറിയിരിക്കുന്നു, ഇന്ത്യക്ക് പാകിസ്ഥാനുള്ള നയം മാറിയിരിക്കുന്നു. അതാണ് ന്യൂ നോർമൽ. ആ ന്യൂ നോർമൽ അനുസരിച്ച് തീവ്രവാദം എന്നതും സൈനികാക്രമണം എന്നതും നുഴഞ്ഞുകയറ്റം എന്നതും എല്ലാം തന്നെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സ്റ്റേറ്റ് നടത്തുന്ന ആക്രമണമായി കരുതിക്കൊണ്ട് തിരിച്ചടി നൽകുമെന്ന് പറയുമ്പോൾ അത് റിവൈസ് ചെയ്യുക എന്നതല്ലാതെ പാകിസ്ഥാൻ്റെ ട്രഡീഷണൽ ഇന്ത്യ വിരുദ്ധ പോളിസി റിവൈസ് ചെയ്യുകയല്ലാതെ ചർച്ചയ്ക്ക് യാതൊരു വഴിയും കാണുന്നില്ല. ജലമാണല്ലോ പ്രശ്നം, ജലമാണല്ലോ ആയുധം, അല്ലെങ്കിൽ ജലമാണല്ലോ പ്രധാനപ്പെട്ട പാകിസ്ഥാൻ്റെ ആവശ്യം. ആ ആവശ്യം ഇപ്പം ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ അതിൻ്റെ ഒരു തിക്തഫലം ചെറിയ രീതിയിൽ അനുഭവിച്ചു തുടങ്ങി. പാകിസ്ഥാൻ സ്വപ്നത്തെ പോലും വിചാരിച്ച് കാണില്ല അല്ലേ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന? ഏത് സർജിക്കൽ സ്ട്രൈക്കിനേക്കാളും പ്രിസിഷൻ ആവശ്യമുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ ജലകരാറിൽ നിന്ന് പിന്മാറുക എന്നത്. ഇതൊക്കെ ഒരു കാരണവശാൽ ആ ദിവസം വരെ ഇന്ത്യയിൽ ആരും തന്നെ പൊതുസാമാന്യം, പൊതുജനം അങ്ങനെ ഒരു കാര്യം ഭാരതം ചെയ്യുമെന്ന്. അതിൻ്റെ തുടക്കത്തിൽ ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോയ സമയത്ത്, കരാർ റദ്ദാക്കിയ സമയത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് ഉണ്ടാവുന്നത് അത് സമയമെടുക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അനുഭവവേദ്യമാണല്ലേ അവർക്ക്. ഈ കുടിവെള്ളം മുട്ടിയത് പെട്ടെന്ന് തന്നെ കുടിവെള്ളം മുട്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വിജയമല്ലേ. സമ്മറാണ് വരുന്നത്. ഇപ്പം ഇവിടെ നല്ല കുത്തി ഒലിക്കുന്ന മഴയാണ് സൗത്ത് വെസ്റ്റ് മോൺസൂൺ. പക്ഷേ അവിടെ വടക്കേ ഇന്ത്യയിൽ ചൂടുകാലമാണ് വരുന്നതെന്ന് ഓർക്കണം. ജൂൺ ജൂലൈ മാസങ്ങളിൽ സാമാന്യം നല്ല ചൂടാണ്. അതൊക്കെ കഴിഞ്ഞ് മഴ എത്തണമെങ്കിൽ കുറച്ചു കാലം കഴിയും. അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ പഞ്ചാബിലെ പാടങ്ങൾ തരിച്ചു നിൽക്കാൻ പോവുകയാണ്. അതൊരു കാര്യം. മഴക്കാലം വന്നു കഴിഞ്ഞാലോ ഡാമുകൾ വൻതോതിൽ തുറന്നു വിടാനുള്ള പ്രൊറോഗറ്റീവ് ഇന്ത്യക്കുണ്ട്. അപ്പോൾ പിന്നെ ഫ്ലഡിംഗ് ആണ്. ഇതെല്ലാം രണ്ട് രീതിയിലാണെങ്കിൽ തന്നെ ജലം ഒരു വലിയ ആയുധമാണ്. അത് മാത്രമല്ല ഈ ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നു പാകിസ്ഥാൻ. അതായത് ജനങ്ങൾ ഇപ്പം ഒരു 90% ജനങ്ങളും ഈ സിന്ധു നദിയും അതിൻ്റെ കൈവഴികളിലൂടെയും ജനാം നദികളിൽ നിന്ന് കടന്നു വരുന്ന വെള്ളം ആശ്രയിച്ചാണ് അവരുടെ ഉപജീവനം കഴിക്കുന്നത്. അത് ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ട്, അഗ്രികൾച്ചറൽ യൂസ് ഉണ്ട്, ഡെയിലി യൂസ് ഉണ്ട്, എല്ലാമുണ്ട്. ഇതൊന്നും ആത്യന്തികമായി എക്കാലത്തേക്കും തടഞ്ഞു നിർത്താനാവില്ല. തടഞ്ഞു നിർത്തിയാൽ പിന്നെ പാകിസ്ഥാൻ ഇല്ല. അതാണ്. അപ്പം ഇവിടെ പാകിസ്ഥാൻ സ്വാഭാവികമായി വിചാരിച്ചു ഈ ബെനസർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയെയും സംഘത്തെയും എല്ലാം വിദേശ രാജ്യങ്ങൾ അയച്ചുകൊണ്ട് നമ്മുടെ നയതന്ത്ര നീക്കത്തിന് തടയിടാം. ജലം ഒരു മനുഷ്യാവകാശ വിഷയമാണ്. അത് കാട്ടിക്കൊണ്ട് ലോകരാജ്യങ്ങളെ വരുതിയിലാക്കാം. ഇന്ത്യക്കെതിരെ പ്രമേയങ്ങൾ പാസ്സാക്കാം. തുരുതുര പ്രമേയങ്ങൾ പാസ്സാക്കുകയും ഒക്കുമെങ്കിൽ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഉപരോധം വരെ പ്രഖ്യാപിച്ച് കളയാം എന്നൊക്കെ ഒരു വ്യാമോഹത്തിലാണ് പാകിസ്ഥാൻ ചാടിപ്പുറപ്പെട്ടത്. പക്ഷേ ഇന്ത്യയുടെ നയതന്ത്ര നീക്കം വൻ വിജയം കാണുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒന്നാം തരമായിട്ടാണ് ശശി തരൂർ ടീം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഇപ്പോൾ ആദ്യം അമേരിക്കയിൽ ഇറങ്ങുന്നു. ന്യൂയോർക്ക് വാർ മെമ്മോറിയൽ അല്ലെങ്കിൽ ഈ 9/11 മെമ്മോറിയൽ സന്ദർശിക്കുന്നു. പൊളിറ്റിക്കലി കറക്റ്റ് വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിനുശേഷം പിന്നീട് പോകുന്നത് ലാറ്റിൻ അമേരിക്കയിലേക്കാണ്, ഗയാനയിലേക്കാണ്, ഇന്ത്യൻ വംശജരേറെ പാർക്കുന്ന ഗയാനയിലേക്കാണ്. അതിനുശേഷം ഇപ്പോൾ ഇനി കൊളംബിയ ആൻഡ് പാനമ യാത്രാമധ്യയാണ് അവസാനം ന്യൂയോർക്ക്, വീണ്ടും അമേരിക്കയിലെത്തി, വാഷിങ്ടൺ DC-യിലെത്തി. വ്യക്തമായി സെനറ്റേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ അമേരിക്കയുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ത്യ വിചാരിക്കുന്നു. പാകിസ്ഥാൻ ആകെ
യുദ്ധസമയത്ത് അല്ലെങ്കിൽ ആക്രമണ സമയത്ത് ലഭിച്ച ഒരു അദൃശ്യ പിന്തുണ ടർക്കിയുടെയും അസർബൈജാൻ്റെയുമാണ്. അതൊന്നും വലിയ പ്രധാനപ്പെട്ട ഘടകങ്ങളായി കരുതാനാവില്ല. ചൈന പോലും ആക്റ്റീവായി രംഗത്ത് വന്നില്ല എന്നതും പ്രസ്താവയോഗ്യമാണ്. അതിനുശേഷമാണെങ്കിലും ജലം ഒരു വലിയ ഒരു വൈകാരിക വിഷയം, ലോക സമൂഹത്തിന് വലിയ വൈകാരിക വിഷയം ആയിരുന്നു എങ്കിൽ ഇതാകുമായിരുന്നില്ല ലോകത്തിൻ്റെ പ്രതികരണം. അതുകൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിച്ച രീതിയിൽ ലോകരാജ്യങ്ങളെ കൊണ്ട് ഇന്ത്യക്കെതിരെ നയതന്ത്രപരമായി പ്രതികരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, ലേലു അല്ലു സമസ്ത അപരാധങ്ങളും പുറക്കണം. അതുകൊണ്ട് നമുക്ക് ചർച്ചയാകാം. അല്ല, പക്ഷെ അതിൽ തന്നെ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്? ഒരു ആത്മാർത്ഥതയുമില്ല. ഇഫ് യു കാൻ ഡിഫീറ്റ് എൻ എനിമി ജോയിൻ ഹിം എന്നുള്ള സിമ്പിൾ ലോജിക്കാണ്. അതായത് പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധതയിൽ നിലനിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് മാറി ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരികയും ഒരു ചർച്ചയാകാം എന്ന് പറയുമ്പോൾ ഇവിടെ പന്ത് അപ്പോൾ ഇന്ത്യയുടെ കോർട്ടിലാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കോർട്ടിൽ പന്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ, ലെറ്റ് us talk. പക്ഷേ ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥമായി സംസാരിക്കാം. രണ്ട് വിഷയങ്ങളാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. ഒന്ന്, അതിർത്തി കടന്നു വരുന്ന ഭീകരത അല്ലെങ്കിൽ ഭീകരതയുടെ ഫാക്ടറികളായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങൾ നിങ്ങൾ അടച്ചുപൂട്ടൂ. പാകിസ്ഥാൻ്റെ ടെറർ ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ചെയ്യുന്ന നിർത്തൂ. നിങ്ങൾ സ്റ്റേറ്റ് മെഷീനറി അല്ലെങ്കിൽ ആർമി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ തീവ്രവാദികളെ സഹായിക്കുന്നത് നിർത്തൂ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. രണ്ട്, നമുക്ക് പാകിസ്ഥാൻ്റെ കൈവശമുള്ള പാക് അധിനിവേശ കാശ്മീർ, ആസാദ് കാശ്മീർ എന്നവർ വിളിക്കുന്ന അല്ലെങ്കിൽ ജിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖല, അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവിടെ ഇന്ത്യയോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങളുടെ ആശയ അഭിലാഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതെല്ലാം സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ ജലം അടുത്ത പ്രാവശ്യം സംസാരിക്കാമല്ലോ. 1960 കരാർ ഇപ്പോൾ 65 വർഷത്തിന് ശേഷം ഇപ്പോൾ അബ്രോഗേറ്റ് ചെയ്തിരിക്കുന്നു, തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു. പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല, മരവിപ്പിച്ച് നിർത്തുകയാണ്. അതിനർത്ഥം എന്താ? വീണ്ടും അതിനെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ other things should change. When other things remain equal, no change is expected. അഥവാ ഒരു കോംപ്രമൈസിൽ എത്തുകയാണെങ്കിൽ തന്നെ പുതിയ കരാറായിരിക്കും അല്ലേ? ഇനി ഒരു പുതിയ കരാറാണ്. അന്ന് നെഹ്റുവിന് സംഭവിച്ച വീഴ്ചകൾ, അന്നത്തെ സർക്കാരിന് സംഭവിച്ച വീഴ്ചകൾ, അന്നത്തെ ഭാരതത്തിൻ്റെ മഹാമനസ്കത, ഇന്നും മഹാമനസ്കതയുണ്ട്, പക്ഷേ മറ്റൊരു രൂപത്തിലാണ്. നാഷണൽ ഇൻട്രസ്റ്റ് ഫസ്റ്റ്. അപ്പോൾ ഇന്ത്യ ഫസ്റ്റ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു അമേരിക്ക ഫസ്റ്റ്, നരേന്ദ്രമോദി പറയുന്നു ഇന്ത്യ ഫസ്റ്റ്. ഒരു രാജ്യത്തിന്, ഒരു ജനതയ്ക്ക്, ഒരു സംസ്കൃതിക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ രാജ്യ താല്പര്യം, നാഷണൽ ഇൻട്രസ്റ്റ്, അത് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് പവർ. ഇതാണ് രാഷ്ട്രമീമാംസയിലൊക്കെ അല്ലെങ്കിൽ വിദേശകാര്യ ബന്ധത്തിലൊക്കെ ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിച്ചിരുന്ന റിയലിസം എന്ന് പറയുന്നതാണ്. ദേശീയ താല്പര്യം അത് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് പവർ. അതുകൊണ്ട് ഇന്ത്യക്ക് പവർ പൊട്ടൻഷ്യൽ ഉണ്ട്. സൈനിക ശക്തിയാണ്, സാമ്പത്തിക ശക്തിയാണ്, ടെക്നോ പവറാണ്, സ്പേസ് പവറാണ്, ന്യൂക്ലിയർ പവറാണ്. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ പവർ ടു ബാക്ക് ദി നാഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ദേശീയ താല്പര്യം ഫർദർ ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക രാഷ്ട്രീയ ഇച്ഛാശക്തി, ഒരു വശത്തെ സൈനികവും സാമ്പത്തികവും ടെക്നോളജിക്കലുമായുള്ള ബലവും, അതുമാത്രമല്ല സോഫ്റ്റ് പവർ ഡിപ്ലോമസി ആൻഡ് ഓൾസോ ദ ബാക്കിംഗ് ഓഫ് ദ വേൾഡ്. അപ്പോൾ വേൾഡിൻ്റെ ഗുഡ് വില്ലുണ്ട്. നമ്മുടെ മാർക്കറ്റാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ വെറുതെ ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു മിഡിൽ ക്ലാസിൻ്റെ ശക്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ മധ്യവർഗത്തിൻ്റെ ഒരു പർച്ചേസിങ് പവറിനെ അവഗണിച്ചുകൊണ്ട് പാശ്ചാത്യ ലോകത്തിന്, പാശ്ചാത്യ കമ്പോളത്തിന്, ലോക കമ്പോളത്തിന് നിലനിൽക്കാനാവില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഹാസ് അറൈവ്ഡ് ഇൻ ദ വേൾഡ് സീൻ വിത്ത് വിഗർ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആ പ്രഭാവമില്ല എന്നോർക്കണം. അപ്പോൾ ആന അമർന്ന് കണ്ട് അണ്ണാൻ അമറിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അപ്പം അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യ ഹാസ് അറൈവ്ഡ് ഇൻ എ നിയോ നോർമൽ വേൾഡ് ഓർഡർ. ആ ഒരു സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതുകൊണ്ടാണ് ഇനിയുള്ള കരാർ, 1960 കരാർ ഒന്നുകൂടി റീനെഗോഷിയേറ്റ് ചെയ്യണം. ആ റീനെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ജലത്തിൻ്റെ വിതരണത്തെക്കുറിച്ച്, അത് തീവ്രവാദവുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും തീവ്രവാദ ആക്രമണം, പാകിസ്ഥാൻ ഇൻവോൾവ് ആകുന്ന ആക്രമണം ഇന്ത്യയിൽ സംഭവിച്ചാൽ ആ നിമിഷം ജലവിതരണം അബ്രപ്റ്റായിട്ട് കട്ടാകും എന്നായിരിക്കും ആ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. അത് മാത്രമല്ല, ചില സേഫ് ഗാർഡുകൾ, ഉറപ്പുകൾ, രേഖാമൂലമുള്ള ഉറപ്പുകൾ പാകിസ്ഥാനിൽ നിന്നും വേണ്ടി വരും. അതുകൊണ്ട് ജലവും രക്തവും ഒരുമിച്ചൊഴുകില്ല, കട്ടായം. അതാര് പറഞ്ഞാലും, ഇവിടെ പറഞ്ഞാലും അവിടെ പറഞ്ഞാലും അതായിരിക്കും അടിസ്ഥാനപരമായ നയം. അതുകൊണ്ട് ഭീകരതയുമായി ഡിസ്റ്റൻസ് ചെയ്യണം.
ഇന്ത്യയെ അംഗീകരിക്കേണ്ടി വരും. ഇസ്രായേൽ പറയുന്നൊരു കാര്യം എന്താണ്? പാലസ്തീൻ ഞങ്ങളെ അംഗീകരിക്കണം. ഞങ്ങൾക്ക് പാലസ്തീനുമായിട്ട് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ ദ ജൂയിഷ് സ്റ്റേറ്റിനെ അറബ് പലസ്തീനിയൻസ്, അത് ഗാസയിലുള്ളവരാണെങ്കിലും വെസ്റ്റ് ബാങ്കിലുള്ളവരാണെങ്കിലും അംഗീകരിക്കണം. അപ്പോൾ ഇന്ത്യയെ അംഗീകരിക്കാതെ, ഇന്ത്യയെ ഇപ്പോഴും സംശയത്തോടെ നോക്കുന്ന രീതിയിൽ ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക, ആ ഭൂമിക തുടർന്നാൽ ഇവിടെ ഒരു സമാധാനവും ഉണ്ടാവില്ല. അതിന് റിസീവിംഗ് എൻഡിൽ പാകിസ്ഥാനായിരിക്കും. ജലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിരന്തരമായ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം. ഓരോ ഭീകരാക്രമണത്തിനും തത്തുല്യമായതോ അതിനേക്കാൾ വലുതോ ആയ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അബ്രഗേറ്റ് ചെയ്തിട്ടില്ല. അത് തൽക്കാലത്തേക്ക് ജലകരാർ മരവിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പാർലമെൻറ്റ് സമ്മേളനമൊക്കെ പിരിയുന്ന പോലെയാണ്. പിന്നെ അഡ്ജോൺഡ് സനി ഡൈ എന്ന് പറയുന്ന പോലെ. സൈനി ഡൈ എന്ന് പറഞ്ഞാൽ വേറൊരു ഡേറ്റ് അനൗൺസ് ചെയ്യാതെ തൽക്കാലത്തേക്ക് സഭ വിരിയുന്നതിനാണ് സൈനി ഡൈ എന്ന് പറയുന്നത്. അതുപോലെ ഒരു തന്നെ സൈനി ഡൈ ആണ്. അതായത് ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാണോ അടുത്ത ഭീകരാക്രമണം വന്നാൽ അന്ന് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തുടരും. ഇതിനേക്കാൾ ശക്തമായിരിക്കും തിരിച്ചടി. അവരുടെ സൈനിക കേന്ദ്രങ്ങളിലും അത് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലും തിരിച്ചടി ഉണ്ടാകും. ഇത് ഇന്ത്യയുടെ പുതിയ നയമാണ്. ആ നയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റ് സാധ്യമാണ്. അതിന് പാകിസ്ഥാൻ വളരെ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നും പിന്നാക്കം പോകേണ്ടി വരും എന്ന് തന്നെയാണ് നിഗമനം. അല്ല, അങ്ങനെ പിന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ അല്ലാതായി മാറണം അല്ലേ? ഇല്ല, അങ്ങനെയല്ല. ഒരു ജനതയ്ക്ക് ഇതൊരു ട്രാൻസിഷണൽ പീരീഡാണ്. ഒരു ജനത രണ്ട് കാലിൽ നിൽക്കണം. ഇന്ത്യ വിരോധത്തിൽ മാത്രം, ഒരു നെഗറ്റിവിറ്റിയിൽ മാത്രം ആസ്പദമാക്കി ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. ശ്രീ അനിൽ, നോക്കൂ, പാകിസ്ഥാൻ്റെ പോപ്പുലേഷൻ എത്രയാണ്? പിന്നെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരു 5-1, 6-1 ഉള്ളൂ. പക്ഷേ ആ ജനത പവർ പൊട്ടൻഷ്യലാണെങ്കിലും ഇന്ത്യയുടെ 6-1 പവർ പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ പാകിസ്ഥാന്. എല്ലാ കാര്യത്തിലും ഇന്ത്യയേക്കാൾ പിന്നാക്കം തന്നെയാണ്. ഇന്ത്യയുമായി ഒരു മിലിറ്ററി പാരിറ്റി ഇല്ല. ചൈനയുടെ ബലം മാത്രം കണ്ടുകൊണ്ടാണ് പാകിസ്ഥാനി കളിക്കുന്നതെങ്കിൽ അധികം കാലം മുന്നോട്ട് പോകാനാവില്ല. ചൈനയ്ക്കും ബിസിനസ് ഇൻട്രസ്റ്റുകളാണുള്ളത്. ഇന്ത്യ പൂർണ്ണമായി പിണക്കാനൊന്നും, പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയെ പൂർണ്ണമായി പിണക്കാനൊന്നും ചൈന തയ്യാറാവില്ല. ചൈനയ്ക്ക് മറ്റു ചില താല്പര്യങ്ങളുണ്ട്, അതിന് പാകിസ്ഥാൻ ഉപയോഗിച്ചു വന്നിരിക്കും. അതുകൊണ്ട് തീർച്ചയായും അമേരിക്കയുടെ കാര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ചൈന ഉൾപ്പെടെ കണ്ണുമടച്ച് പാകിസ്ഥാനെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കും എന്ന് കരുതാനുമാവില്ല. ചൈന കൊടുത്ത ആയുധങ്ങൾ കച്ചവടമാണ്, പക്ക കച്ചവടമാണ്. ടർക്കിയുടെയോ അസർബൈജാൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ അവർ വളരെ ദൂരെ കിടക്കുന്ന രാജ്യങ്ങളാണ്. ഇവരെയൊക്കെ നമ്പി ഇന്ത്യ വിരുദ്ധത അങ്ങ് ചിലവാകുമെന്ന് പറഞ്ഞാൽ 1947 കുറച്ച് ചിലവായി. ഇന്ത്യ വിരുദ്ധതയല്ല ചിലവായത്. അവിടെ ഇതാ കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇന്ത്യ അത് കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായ ഒരു പ്രസംഗം പാകിസ്ഥാൻ പ്രതിനിധി ഐക്യരാഷ്ട്ര സംഘടനയിൽ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആ കാശ്മീർ തർക്കവിഷയമായി നിൽക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച വലിയ ഒരു എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്, കൈപ്പിഴാന്ന് ഞാൻ പറയുന്നില്ല, നെഹ്റു വലിയ ചിന്തയിൽ തന്നെയാണ് അത് ഐക്യരാഷ്ട്രങ്ങളിൽ കൊണ്ടുപോയത്. പക്ഷെ അന്ന് നമുക്ക് സാധിക്കാതെ ഇരുന്നത് വളരെ വൈകിയെങ്കിലും ഇപ്പോൾ സാധിക്കുന്നു. ആ നയം മാറിയിരിക്കുന്നു. ചേരിചേരാ നയം തത്വത്തിൽ തുടരുന്നു, മറ്റ് നയങ്ങൾ തുടരുന്നു. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ നയം വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യ ഒരു നവീകരിച്ച ഇന്ത്യയാണ്. റിന്യൂഡ്, ഇൻവിഗറേറ്റഡ് ന്യൂ ഫ്രെയിംവർക്കാണ്. അതാണ് നിയോ നോർമൽ. ആ നിയോ നോർമലോട് പൊരുത്തപ്പെടാനാകുന്നില്ല എങ്കിൽ പാക് സ്റ്റേറ്റ് കാണില്ല. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. പാകിസ്ഥാന്റെ ഉള്ളിലെ ആഭ്യന്തര വൈരുദ്ധ്യം ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷനാണ്. മെൽറ്റിംഗ് പോട്ട് ഒന്നും അല്ലത്, പ്രഷർ കുക്കർ സിറ്റുവേഷനാണ്. അവിടെ ആ പാകിസ്ഥാൻ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ റീജിയൻ, അതായത് ഖൈബർ പഖ്തൂൺഖ നഷ്ടപ്പെടും. ആദ്യം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു പക്ഷേ ബലൂച്ച് മേഖലയായിരിക്കാം. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭൂമിയുടെ 42% പോകുന്നത്. സിന്ധുസ്ഥാൻ, സിന്ധുദേശം, അത് വലിയ രീതിയിലൊരു ഒരു വൈകാരിക ഭാഗമായിട്ട് വരും. ജലമുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇന്ത്യയോട് സംസാരിക്കൂ, ജലം ഞങ്ങൾക്ക് വിട്ടുതരൂ, മറ്റ് രാഷ്ട്രീയമെല്ലാം അപ്രസക്തമാണ് എന്ന് പാകിസ്ഥാന്റെ ജനം പാകിസ്ഥാന്റെ സൈന്യത്തോടും രാഷ്ട്രീയ നേതൃത്വത്തോടും പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇന്ത്യയുമായി സംസാരിക്കാതെ നിവൃത്തിയില്ല. അത് ഇന്ത്യയുടെ ടേംസിലായിരിക്കും സംസാരിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കേണ്ടതാണ്.